രോഹിത, കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് UDF ഒരു മുന്നേറ്റമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ കൊല്ലത്ത് നിന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 2021 LDF ഒരു ക്ലീൻ സ്വീപ്പായിരുന്നു. ഇത്തവണ എങ്ങനെയായിരിക്കും ഒരു UDF കടന്നുവരവ്? ഈ നമ്മുടെ 2 ഇലക്ഷൻ അവലോകനങ്ങൾ കണ്ടിട്ട് ഒരുപാട് കമന്റ് വരുന്നത് എന്തോ വലുത് കനത്തിൽ UDF കിട്ടി എന്നുള്ളത്. UDF സങ്കടവും LDF സന്തോഷവും ഉണ്ടാകാൻ പറ്റുന്ന വാർത്തകളാണ് പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്നാൽ അത് അങ്ങനെ തീർത്ത സങ്കടമല്ല. കാരണം കഴിഞ്ഞ തവണ പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളും LDF തൂത്തുവരും. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തായിരുന്നു 11 സീറ്റുകളും LDF തൂത്തുവരുക. അതിന്റെ പ്രധാന കാരണം ഒന്ന്, കോന്നി കുത്തക മണ്ഡലമാക്കി വെച്ചിരുന്ന നമ്മുടെ ബഹുമാനായ ഇന്നത്തെ UDF കൺവീനർ UDF കൺവീനർ അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് അങ്ങ് ലോക്സഭയിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഗ്രൂപ്പ് പിടിവലികളൊക്കെ വന്നു. അതിൻ്റെതായ കാരണത്താലാണ് ജനീഷ് കുമാർ MLA ബൈ ഇലക്ഷനിലെ MLA ആവുന്നത്. ജനീഷ് കുമാർ MLA ആയതിനു ശേഷം പിന്നീട് വീണ്ടും തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനീഷ് കുമാർ വിജയിക്കുകയും ഭയങ്കര ജനകീയനായിട്ട് പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് കോന്നിയിൽ തുടങ്ങാം. പത്തനാപുരം കഴിഞ്ഞാൽ അടുത്ത മണ്ഡലം കോന്നിയാണ്. കോന്നിയിലെ നിലവിലെ സാഹചര്യത്തിൽ ജനീഷ് കുമാറിന് അവിടെ എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ജനീഷ് കുമാർ ഒരു നല്ല മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും കോന്നിയിലുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് മത്സരിക്കാൻ അനുവാദം കിട്ടിയാൽ UDF കൺവീനറായിട്ടുള്ള MLA നിലവിലെ MP അടൂർ പ്രകാശ് തട്ടകം കോന്നിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ജനീഷ് കുമാറിന്റെ കാര്യം തീരുമാനമാകും. എന്ന് വിചാരിച്ചാൽ ഒരു ഈസി വാക്ക് ഓവറൊന്നും ഉണ്ടാകുന്നല്ല. സ്ട്രൈറ്റ് മത്സരം അവിടെ ഉണ്ടാവും. അടൂർ പ്രകാശ് കൃത്യമായി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയാവുന്ന മനുഷ്യനാണ്. അത് കോന്നി അദ്ദേഹത്തിന്റെ ഒരു കുടുംബം പോലെ തന്നെയാണ്. ഞാനത് പറയാനുള്ള കാരണം, അടൂർ പ്രകാശ് മത്സരിക്കുമെന്നൊക്കെ കുറേ കാലം കൊണ്ട് കേൾക്കുന്നെങ്കിലും ഈ വിശ്വാസ സംരക്ഷണ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടൂർ പ്രകാശ് നയിച്ച ജാഥ നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് പന്തളത്തേക്കായിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോൾ, കൊട്ടാരക്കരയിൽ പോയപ്പോൾ മലയാളപ്പുഴ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി ഇപ്പോൾ കോന്നി വഴിയാണ് പോണത്. അവിടെ എല്ലാം വലിയ കട്ടൗട്ടറുകളും വലിയ ഫ്ലെക്സ് ബോർഡുകളും അടൂർ പ്രകാശിന്റെ ഫോട്ടോ വെച്ചിട്ട് തിരിച്ചുവരവിന്റെ സൂചന കോന്നിയുടെ മണ്ണിലുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് ഇത്തവണ LDFും UDFും തമ്മിലല്ല അവിടെ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അവിടെ മത്സരം നടക്കാൻ പോകുന്നത് സാക്ഷാൽ പിണറായി വിജയനും ശബരിമല അയ്യപ്പനുമായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ അയ്യപ്പനാണ്. കാരണം ശബരിമല ഇരിക്കുന്നത് ഈ പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പം അതടക്കം വരുന്ന മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതൊക്കെ സ്വാധീനിക്കും. എന്നാൽ ചോദിക്കും, നമ്മുടെ സുരേന്ദ്രേട്ടൻ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് 2 മത്സരിച്ചിട്ട് അപ്പം സുരേന്ദ്രേട്ടന്റെ ഇന്റൻഷൻ മോശമാണെന്ന് അയ്യപ്പന് തോന്നിയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇത്തവണ കൃത്യമായി ശബരിമല ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ കോന്നി നമ്മൾ പരിഗണിക്കുമ്പോൾ അടൂർ പ്രകാശ് തിരിച്ചു കോന്നിയിലേക്ക് എത്തിയ ജനീഷ് കുമാറിന്റെ കാര്യത്തിൽ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. ഇല്ലെങ്കിൽ ജനീഷ് കുമാർ സേഫ് ഫണ്ടാണ്, ഷുവർ ഷോട്ടാണ്. അടുത്തത് റാന്നിയാണ്. നിസാര 1500 താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രമോദ് നാരായണൻ അവിടെ MLA ആയിരിക്കുന്നത്. റാന്നിയിൽ കഴിഞ്ഞ തവണ റിങ്കു ചെറിയാൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അതൊരു ടൈറ്റ് മത്സരത്തിലേക്ക് പോകും. കഴിഞ്ഞ തവണ റാന്നിയിലെ നിലവിലുണ്ടായിരുന്ന MLA മാറ്റി, സിറ്റിംഗ് MLA മാറ്റി പുതിയ ആൾക്ക് സീറ്റ് കൊടുത്ത മണ്ഡലമാണ്. അപ്പോൾ അവിടെ നിലവിലെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ റിങ്കു ചെറിയാനാണ് കഴിഞ്ഞ തവണ ഓപ്പോസിറ്റ് മത്സരിച്ചത്. 1500 താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ അത് പോയിട്ടൊന്നും ഇല്ലല്ലോ, അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവസാനഘട്ട സാധ്യത എന്ന് പറയുന്നത് ജോസ് കെ മാണി രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാവലയത്തിൽ UDFിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു സാധ്യത നമുക്കിപ്പോൾ എന്തായാലും 6 മാസം മുമ്പ് അത് പ്രവചിക്കാൻ പറ്റില്ല. CPIയുടെ വരവ് പോലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം പിണറായി വിജയൻ പോയി കണ്ടു, CPIക്ക് മുട്ടിടിച്ചു എന്നൊരു സാഹചര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ടൈറ്റ് മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് കേരള കോൺഗ്രസ് എമ്മിനാണ് സീറ്റെങ്കിൽ അത് UDFനെ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. പക്ഷേ തിരിച്ച് CPM എടുത്ത് രാജു അബ്രഹാമിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അത് CPMന്റെ ഒരു കോട്ടയായി തുടരുക തന്നെ ചെയ്യും. അടുത്ത ആറന്മുള മണ്ഡലം. ആറന്മുള മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നതിന് മുമ്പ് വരെ ഇത്തവണ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാകും എന്ന് പറഞ്ഞു വെച്ചിരുന്ന മണ്ഡലമാണ്. അതിനും അപ്പുറത്തേക്ക് സഭയുടെ സ്ഥാനാർത്ഥിയാണോ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണോ എന്നറിയാതെ മത്സരിച്ച് വിജയിച്ച വീണ ജോർജിന്റെ മണ്ഡലം. 2ാം തവണ വിജയിച്ച് ചെന്ന വീണ ജോർജിന് ശൈലജ ടീച്ചറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ കൈകാളിയിരുന്ന ആരോഗ്യ വകുപ്പ് കൊടുത്ത് സ്വീകരിച്ച പിണറായി സർക്കാർ. അതിന്റെ പിന്നാമ്പുറ കഥകളൊക്കെ പലരും പറയുന്നുണ്ട്. സഭയുടെ പ്രഷറാണ്, അല്ലെങ്കിൽ അവരൊരു മാധ്യമ പ്രവർത്തകയായതുകൊണ്ട് അവർ കഴിവ് കണ്ട് കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ കഴിവ് കണ്ട് കൊടുത്തതായാലും സഭ പറഞ്ഞിട്ട് കൊടുത്തതായാലും അവിടെ ഒരു നല്ല ഒരു ടൈമും കൂടി വീണ ജോർജിന് ഒരു അവസരം, സ്വാഭാവികമായിട്ട് വീണ ജോർജിന് ഒരു തവണ കൂടി അവിടെ അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ
3 തവണയൊക്കെ അവസരം ലഭിച്ച ഐഷ പോറ്റിയെ പോലെയുള്ള ആളുകൾക്ക് ഇവർ മന്ത്രിസ്ഥാനം കൊടുത്തില്ല. കാരണം അപ്പോസ്റ്റലന്മാരില്ല, പ്രൊമോട്ട് ചെയ്യാൻ പെരുന്നേരിയിരിക്കുന്ന വലിയ നായരും ഇല്ല, വലിയ തിരുമേനി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയ സാഹചര്യമൊക്കെ കാണുമ്പോൾ പക്ഷേ വീണ ജോർജിന് കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടായി. അവിടെ വീണ്ടും ഒരു മത്സരിക്കുക രംഗത്തേക്ക് ഇറങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ രാഹുലിന് പാലക്കാട് സീറ്റ് ഇല്ലെങ്കിൽ പാലക്കാട് ഇല്ലെങ്കിൽ പിന്നെ രാഹുൽ മത്സരരംഗത്തില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അവിടെ ആര് സ്ഥാനാർത്ഥിയാവുമെന്ന് ചോദ്യമുണ്ട്. സാധ്യതകൾ പലതാണ്. പലരും അച്ചൂമ്മൻ സ്ഥാനാർത്ഥി, നമ്മൾ ഒരിക്കൽ അങ്ങനെ ഒരു സ്റ്റോറി ചെയ്തു. പക്ഷെ ആ സ്റ്റോറി ചെയ്തതിന് ശേഷം ഉമ്മൻചാണ്ടി കുടുംബമായി അടുത്ത് നിൽക്കുന്ന ഒരാളിനോട് ഒരു സാധ്യതയും പത്തനംതിട്ട ഇല്ല. പിന്നെ അവിടെ സാധ്യതയുള്ള കുറച്ചധികം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിമാരുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അബിൻ വർക്കിയുടെ പേര് പറയുന്നുണ്ട്. അതെ, അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അബിൻ വർക്കി അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. കാരണം അബിൻ വർക്കി ഓപ്പോസിറ്റ് വീണ ജോർജ് സഭയുടെ നമ്മൾ ഇവിടെ എങ്ങും BJPയുടെ സാധ്യതകളെ പറ്റി സംസാരിക്കാൻ പോലും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ BJP സ്പോൺസേഡ് സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല, ആര് തന്നെ ആയാലും അവിടെ ഒരു നല്ല മത്സരത്തിനുള്ള സാധ്യത ഒരുങ്ങി വരുന്നുണ്ട്. അബിൻ വർക്കി എന്തായാലും വിജയിക്കാൻ വേണ്ടി മാത്രമേ മത്സരിക്കും. അബിൻ വർക്കി ആറന്മുള മത്സരിക്കുന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല, സാധ്യതകളാണ്. അതായത് പത്തനംതിട്ടയിൽ നിന്ന് പറയപ്പെടുന്ന സാധ്യതകളാണ്. അബിന് കുറച്ചും കൂടെ സുരക്ഷിതമായ ഒരു മണ്ഡലം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും ആറന്മുള സുരക്ഷിതമാണ് അബിന് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടേണ്ടത്. അപ്പോൾ 2-3 സാധ്യതകൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ എല്ലാം വീണ്ടും നമ്മൾ UDF കൊടുക്കുവാണോ ചോദ്യം വീണ്ടും കമന്റിൽ വരും. അടുത്ത മണ്ഡലം അടൂരേക്ക് പോകാൻ അടുത്ത മണ്ഡലം അടൂരാണ്. അടൂർ ചിറ്റയം ഗോപകുമാറാണ് നിലവിലത്തെ MLA. എന്തായാലും CPM-നേക്കാൾ കൂടുതൽ ടേമിനൊക്കെ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അടൂര് ഈ പറയപ്പെടുന്ന ചിറ്റയം ഇനി മത്സരിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരുന്നെങ്കിൽ ആര് എന്ന ചോദ്യത്തിന് കുറേ അധികം ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും അതിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് അരുൺകുമാറിൻ്റെതാണ്. അരുൺകുമാർ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച അരുൺകുമാറിൻ്റെ P. പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ്. പിന്നെ ലോക്സഭയിൽ വലിയ തെറ്റില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച ആളാണ്. 10,000 വോട്ടിന് മാത്രമാണ് കൊടുക്കുന്ന സുരേഷിനോട് ജയിക്കാൻ സാധിച്ചത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, MG കണ്ടതിന് ശേഷം ആര് എന്നൊരു ചോദ്യമുണ്ട്. അവിടെ സജീവമായി നിന്ന ജനങ്ങൾക്ക് വേണ്ടി മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച സാധാരണക്കാരായ MG കണ്ണന്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ MG കണ്ണൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാണല്ലോ. MG കണ്ണന്റെ ഭാര്യയുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ MP-മാർക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയാൽ ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്, മുൻ കേന്ദ്ര സഹമന്ത്രി, നിലവിലെ മാവേലിക്കര MP-യുമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനോട് ഈ 6 MP-മാർക്ക് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി അനുമതി കൊടുക്കുകയാണെങ്കിൽ 2 പേരും പത്തനംതിട്ടയിൽ നിന്നായി. അടൂർ പ്രകാശും അതേപോലെ തന്നെ കൊടുക്കുന്ന സുരേഷിനെ മത്സരിക്കാൻ കിട്ടുകയാണെങ്കിൽ വേറെ അവസരമായിട്ട് വേറെയും മണ്ഡലങ്ങളുണ്ട്. ഞാൻ ഈ അടൂരിന്റെ സാധ്യതകളിൽ നിന്ന് തള്ളിക്കളയാൻ സാധിക്കാത്തതിന്റെ കാര്യം എന്താണ്, മാവേലിക്കര MP-ക്ക് അടൂര് കാര്യം എന്നൊരു ചോദ്യം വരും. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് ജനിച്ച് കൊട്ടാരക്കരയിൽ ജീവിക്കുന്ന ഒരാളാണ്. അടൂർ പഴയ അടൂർ മണ്ഡലത്തിന്റെ MP ആയിരുന്നു. അതായത് മാവേലിക്കര ഉണ്ടാകുന്നതിന് മുമ്പ് അടൂർ നിയോജക മണ്ഡലം അടങ്ങുന്ന ലോക്സഭാ മണ്ഡലത്തിന്റെ MP കൊടുക്കുന്ന സുരേഷായിരുന്നു. അവിടുത്തെ മുക്കിലും മൂലയിലും ആളുകളുമായിട്ടൊക്കെ അത്രയും ബന്ധമുള്ള ആളാണ്. സംവരണ മണ്ഡലമാണ്. പിന്നെ നമ്മൾ അടൂർ പ്രകാശിന്റെ കാര്യം പറയുന്ന പോലെ ഇനി എത്ര ആളുകൾ വിമർശിച്ചാലും, ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എത്ര കുറ്റം പറഞ്ഞാലും, ഒരു ഇലക്ഷനെ എങ്ങനെ നേരിടണമെന്ന്, ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം കൃത്യമായി അറിയാവുന്ന ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. 100% ജനങ്ങളെ കയ്യിലെടുക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, ഒരു കുടുംബത്തിലൊരാളെ പോലെ പരിചരിക്കാനും, ഒരു സങ്കടത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ ഓടിയെത്താൻ ഒരാൾ എന്ന രീതിയിലുള്ള ഒരു മനുഷ്യനാണ് കൊടുക്കുന്ന സുരേഷ്. കൊടുക്കുന്ന സുരേഷ് അവിടെ വരുമ്പോൾ അരുൺകുമാറിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. കൊടുക്കുന്നതിൽ ഒരു കളത്തിന് ഇറങ്ങുവാണെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇറങ്ങാറ്. അത് പിടിച്ചെടുക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഈ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഒരു BJPയുടെ സ്പോൺസേഡ് പരിപാടി കാണും. ഇവർക്ക് സാധ്യതയില്ലെന്ന് കഴിഞ്ഞ തവണ തന്നെ തള്ളിക്കളഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു BJP സ്പോൺസേഡ് പരിപാടി ഇവിടേക്ക് വരുമ്പോൾ എത്തരത്തിലായിരിക്കും സാഹചര്യം? അല്ല, അതിന്റെ ഈ അനിൽ ആന്റണിയെ പോലെയുള്ളവരൊക്കെയാണ് കഴിഞ്ഞ മത്സരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ BJPയുടെ കാര്യം പറയേ വേണ്ടെന്ന് പറഞ്ഞത്. അനിൽ ആന്റണി അല്ലാതെ നല്ലൊരു നേതാവിനെ കൊണ്ടുവന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഈ കോന്നിയിലോ റാന്നിയിലോട്ട് പോയിട്ട് കാര്യമില്ല, കോന്നിയിലോ അടൂരോ അല്ലെങ്കിൽ ഈ ആറന്മുളയിലോ ഒക്കെ BJP അനുഭാവികളായ ഒരുപാട് പേരുള്ള ജില്ലയാണത്.
പക്ഷെ അത് നശിപ്പിച്ച് കളഞ്ഞില്ലേ. അതിനകത്ത് സംസാരിച്ചിട്ട് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പൊതുവേ ഒഴിവാക്കി കളയാം. പത്തനംതിട്ട ജില്ലയിലെ BJP-യുടെ അവിടെ എത്രയോ നല്ല സ്ഥാനാർത്ഥികൾ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ഉപാധ്യക്ഷനും അടക്കം മത്സരിച്ച് പോയ മണ്ഡലമാണെന്നേ, ജില്ലയാണെന്നേ. അവിടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു പത്തനംതിട്ട വിട്ടു. അപ്പൊ ഈ A ക്ലാസ് മണ്ഡലങ്ങളുടെ ഫോക്കസ് ഈ പാലക്കാടേക്കും തൃശ്ശൂരേക്കും തിരുവനന്തപുരം അറിയില്ല. അവരുടെ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല. ആദ്യം ആ സംസ്ഥാന അധ്യക്ഷന്റെ പേരിലുള്ള കേസ് എന്താവുന്ന വിഷയത്തിലേക്ക് വരാവുന്നതാണ്. അടുത്ത നമുക്ക് തിരുവല്ലയിൽ മാത്തുറ്റി തോമസ് ആണ് MLA. JDS-നാണ് ഇടതുപക്ഷത്തിന്റെ സീറ്റ്. കഴിഞ്ഞ തവണ 12,000-ൽ പല വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മാത്തുറ്റി തോമസ് അവിടെ വിജയിച്ചു കയറിയത്. തിരുവല്ലയിൽ JDS-നാണ് സീറ്റ്, മാത്യു തോമസ് ആണ് അവിടെ MLA ആയിട്ടിരിക്കുന്നത്. അവിടെ എനിക്ക് UDF-ന് ഒരു വലിയ സാധ്യതകൾ കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒക്കെ ഒരു അത്യാവശ്യം പ്രബലമായ ഒരു സ്ഥലമാണ്. UDF-ൽ നിന്ന് അതിനു മുമ്പ് ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ M-ന്റെ സീറ്റായിരുന്നു. അപ്പോൾ അവിടെ അല്ലെങ്കിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടായി. വലിയ കൂടുതൽ 12,000 വോട്ടിന് ഭൂരിപക്ഷം ഉള്ളപ്പോഴുമാണ് 12,000 വോട്ട് ഭൂരിപക്ഷം അവിടെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് 5 സീറ്റുകളിൽ 3-2 2.5 UDF-ന് എന്തായാലും നേട്ടം ഉണ്ടാവും. നിലവിലെ സാഹചര്യത്തിൽ നിന്ന് UDF-ന് നേട്ടം ഉണ്ടാവും. LDF-ന് അവരുടെ ഒരു മേൽക്കൈ തുടരാനും പത്തനംതിട്ടയിൽ സാധിക്കും. ബാക്കിയൊക്കെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പറയാം എന്നുള്ളതാണ്. ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല കെവിനെ. കാരണം നമ്മളിത് ആധികാരികമായി പറയുമ്പോൾ ആളുകൾ വിചാരിക്കും നമുക്ക് ഭ്രാന്താണ്. എനിക്കറിയാവുന്ന നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, പൈസ ഒക്കെ വിടും. എനിക്കറിയാവുന്ന ഒരു പയ്യൻ, ഞാൻ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിൽ വന്ന് ചൊറിയാൻ നിൽക്കുന്നതാണ് നാട്ടിലൊരു DYFI-കാരൻ പയ്യൻ, ഷൈൻ എന്ന് പറഞ്ഞൊരു പയ്യൻ. എങ്ങനെ ഒക്കുന്നുണ്ടാന്ന് ചോദിച്ചൊരു കമന്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ റിസൾട്ട് വരുമ്പോൾ നീ കണ്ടോ, ഇത് ഒക്കത്തില്ല എന്നുള്ളത് കണ്ടോ? നമ്മൾ വെറുതെ ഒന്നും പറയുന്നൊന്നും അല്ല, ഇതൊക്കെ റെക്കോർഡിംഗ് ഇവിടെ കിടക്കുന്നതല്ല, ഡിലീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. പത്തനംതിട്ടയിൽ ഞാനീ പറഞ്ഞ രീതിയിലാണെങ്കിൽ MP-മാർക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ 2-3 സീറ്റുകളിലേക്ക് UDF വരും. അങ്ങനെയുണ്ടെങ്കിൽ UDF-ന് അപ്രാതിത്വം ഉണ്ടാവും എന്നുള്ളതാണ്. 3-2 എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഓക്കെ.